പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പ്രൈവറ്റ് റൂമിൽ മുഴങ്ങുന്നത് ദിക്റോ തഹ്ലീലോ തസ്ബീഹോ നല്ല നല്ല മദ്ഹിന്റെ ഗീതങ്ങളോ അല്ല, ഇബ്ലീസിന്റെ സൗണ്ടാണ് മോളെ. മാറിയേക്കണം, ചിന്തിച്ചേക്കണം. അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്കല്ല നമ്മുടെ കാത് കൂർപ്പിച്ച് നമ്മൾ കേൾക്കേണ്ടത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ ശബ്ദഘോഷങ്ങളിൽ നിന്ന്, അനാവശ്യ സംസാരങ്ങളിൽ നിന്ന്, അനാവശ്യ ചെയ്തികളിൽ നിന്ന്, അനാവശ്യ ദർശനങ്ങളിൽ നിന്ന് മുഅ്രിദൂൻ, പാടെ മാറി നിൽക്കുന്നവരാണ്. മൊബൈൽ ഓണാക്കി കാണാൻ പറ്റാത്തൊരു രൂപം വരുന്നു, നീ അത് മാറ്റിയേക്കണം. നീ അത് കാണേണ്ടവനല്ല, അതിന് നിന്റെ കൈകൊണ്ട് ബട്ടണമർത്തേണ്ടവനല്ല. അള്ളാഹു നിന്റെ പരീക്ഷണത്തിന് വേണ്ടി നിന്നെ മുന്നിൽ തരുന്നു. കാണാൻ നല്ല ചൊങ്കും ചൊറുക്കുമുള്ള ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പ്രത്യേകിച്ച് പ്രത്യേക രൂപഭാവങ്ങളെ കൊണ്ട് പ്രത്യേക രൂപഭാവങ്ങളെ കൊണ്ട് ഭംഗി കൂട്ടിയിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള തരുണീമണികൾ മുന്നിൽ വന്നാലും സഹോദരാ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആ അനാവശ്യത്തിൽ നിന്ന് മാറിക്കളയുന്നവനാണ് മുഅ്മിൻ, പുന്തിരിഞ്ഞു നിൽക്കുന്നവനാണ് മുഅ്മിൻ. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രൂപഭാവം കാണുമ്പോ നോക്കി നിൽക്കുന്നവനല്ല, അത്തരത്തിലുള്ള നൃത്തങ്ങൾ കണ്ടു നിൽക്കുന്നവനല്ല, അത്തരത്തിലുള്ള ശബ്ദ സൗന്ദര്യങ്ങൾക്ക് യെസ് മൂളുന്നവനല്ല, അതിനു വേണ്ടി സമയം കളയുന്നവനല്ല. കാണാൻ പറ്റാത്ത ഒരു സംഗതി കണ്ടു നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളയിടത്ത് ഈമാൻ ഉറപ്പുള്ള ആൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാൻ പാടില്ല. ഒരു സെക്കൻഡ് പോലും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കിട്ടിയ ബഹുമാനം കിട്ടും. എന്നാലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പോകുമ്പോ ചെറുപ്പക്കാരുണ്ട് നല്ല കളി കളിക്കുന്നു. അവർത്തൊക്കെ വെളിവാക്കിയുള്ള നല്ല കളി. അവർക്ക് വെളിവാക്കിയാലും വെളിവാക്കിയില്ലെങ്കിലും എല്ലാ കളിയും അത്ര സന്തോഷമുള്ള കളിയൊന്നുമല്ല. നിങ്ങളതിനെന്ത് ഒരു കുട്ടിയിലും വേണ്ടില്ല. അങ്ങനെ കളി കളിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തകർപ്പം കളി കളിക്കല്ലേ. മഹാനവർകൾ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാതെ വാഹനം സ്പീഡിൽ ഓടിച്ചു വിട്ടു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ റിസൾട്ട് പറഞ്ഞു. എന്താ തങ്ങൾ പറഞ്ഞത്? ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല മഹത്തുള്ള ആളായി തീർന്നു. അവിടെ അങ്ങനെ നോക്കി നിന്നിട്ട് എങ്ങനെയുണ്ട്, കുറച്ചേരം ഒരു 5 മിനിറ്റ് കാണുക, ഒരു 10 മിനിറ്റ് കാണുക, അങ്ങനെ മുത്തുമുമിനീങ്ങളായ ആൾക്കാർ പറയുന്ന വർത്താനം അങ്ങനെ ഒരു 10 മിനിറ്റ് കാണാം. ഒന്ന് ടൈം പാസിന്, വേറെ ഒന്നുമില്ല ടൈം പാസിന്. ഒരു ഹരം കിട്ടാനുള്ള പരിപാടി ഇതാ. ഒരു മനസ്സിന് ഒരു നശാത്ത് കിട്ടാൻ അതിനുള്ള പണി ഇതാ. ഇതല്ല അതിനുള്ള പണി. ഉസ്താദേ, ഒരു മത്സരവും പറ്റാത്തൊരു മതാണോ ഈ മതം? അല്ല, പറ്റുന്ന മത്സരങ്ങൾ ധാരാളമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? സ്വഹീഹുൽ ബുഖാരിയിൽ അമ്പിയാക്കളെ പറ്റി വിവരിക്കുന്ന ഒരു അധ്യായം കാണാം, ഒരു കിതാബ്. അതിൽ കാണാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. തങ്ങൾ ഒരു ഭാഗത്തൂടെ ഒരു തോട്ടത്തിന്റെ അടുത്തൂടെ ഇങ്ങനെ പോയപ്പോ കുറെ ആളുകൾ വരിയായി നിന്നിട്ട് അവരപ്പുറത്ത് ഒരു മരത്തിന്, ആ മരത്തിന് ഉന്നം വെച്ചുകൊണ്ട് ഇങ്ങനെ അമ്പെയ്ത്ത് മത്സരം നടത്തുന്നുണ്ട്. അതാ ഒരു മത്സരമാണ്, അമ്പെയ്ത്ത് മത്സരം. അമ്പെയ്ത്ത് മത്സരം നടത്തുന്ന ഈ സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ അവർ അമ്പ് താഴോട്ട് ഇങ്ങനെ പിടിച്ചു നിന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇർമു, അമ്പെയ്തൂടി, അമ്പെയ്ത് മത്സരം നടത്തൂടി. ഫഇന്ന അബാകും കാന റാമിയാ, നിങ്ങളുടെ പിതാവ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നല്ല അമ്പെയ്ത്തറിയുന്ന ആളായിരുന്നു. അമ്പെയ്ത്ത് മത്സരം നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരണ കൊടുത്തു. നല്ല മത്സരമാണത്. നല്ല മത്സരങ്ങളൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ സാംസ്കാരികമായിട്ടോ ഏതെങ്കിലും ഒന്നിന് അധാർമിക സ്വഭാവം വന്നു ചേരുന്ന ഒരൊറ്റ മത്സരവും വിശുദ്ധ ദീൻ അംഗീകരിച്ചിട്ടില്ല.
ഒന്നിനും സമ്മതം കൊടുത്തിട്ടില്ല. അതെത്ര ചെറിയ എത്ര ഊക്കുള്ളതാണെങ്കിലും ശരി, എത്ര കേളി കേട്ടതാണെങ്കിലും ശരി, എത്ര ആളുകളുടെ പിന്തുണയുള്ളതാണെങ്കിലും ശരി. വെറുതെ എന്തിനാ സമയം പോക്കുന്നത്? ആ സമയത്തെ പറ്റിയില്ലേ ചോദ്യം? ചെറുപ്പക്കാരുടെ നല്ല കളികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കാതെ വാഹനം ഓടിച്ച് സ്പീഡിൽ പോയത്. അതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ കൂഫയിൽ മഹാനവറുകൾ ഒരു സ്ഥലത്തുകൂടെ വാഹനപ്പുറത്തു പോകുമ്പോ കൂഫയിലെ 1-ാം നമ്പർ പാട്ടുകാരനുണ്ട്, സാദാൻ എന്നാണ് ആ പാട്ടുകാരന്റെ പേര്. സാദാൻ ഒരു പ്രദേശത്ത് പാടാൻ വരുന്നു എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടും. അത്രയും നല്ല ശ്രവണ സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയാണ് സാദാൻ എന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഒരു വീട്ടിന്റെ ഉള്ളില് മദ്യപാനികളായ കുറെ ആളുകൾ ചുറ്റും കൂടി ഇരുന്ന് ആ മദ്യപാനികൾക്ക് കുറച്ചുകൂടി ആവേശം മൂക്കുന്നതിന് വേണ്ടി അപ്പുറത്ത് കുറെ ആളുകൾ ചെണ്ട മുട്ടുന്നു, ഇപ്പുറത്ത് കുറെ ആളുകൾ വീണ മുഴക്കുന്നു. ആ ചെണ്ടക്കും വീണക്കും അകമ്പടിയായി സാധാരണങ്ങനെ പാട്ടുപാടിയിട്ട് മദ്യപാനികളെ ആസ്വദിപ്പിക്കുന്നു. ഈ ഒരു രംഗം പുറത്തുനിന്ന് നോക്കിക്കണ്ടപ്പോ വീട്ടിന്റെ ഉൾഭാഗത്താണ് ഇത് നടക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാഹനം നിർത്തിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട് പുറത്തു കൂടിയ ആളുകളോട് പറഞ്ഞു, മാ അഹ്സന ഹാദാ സൗത്ത് ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സനാ എന്നൊരു വർത്തമാനം പറഞ്ഞ് മഹാനവറുകൾ വാഹനം മുന്നോട്ടെടുത്തു പോയി. അപ്പൊ സാധാരണ എന്ന ചെറുപ്പക്കാരൻ പുറത്തേക്ക് നോക്കിയിട്ട് ആരോ ഒരു കാര്യപ്പെട്ട ആള് കുറച്ചു നേരം നോക്കിയല്ലോ, ഇങ്ങോട്ട് ഉള്ളിലേക്ക് നോക്കിയല്ലോ. ഉള്ളിൽ ആരാ ഉള്ളത്? ഉള്ളില് മദ്യപാനികള് കുടിച്ചിട്ട് ഇങ്ങനെ പിരിമുറുക്കത്തിൽ നിൽക്കാണ്. മുറുക്കുള്ള ആളുകൾക്ക് ഒന്നുകൂടി മുറുക്കം കൊടുക്കാനാണ് അപ്പുറത്ത് കുറെ ആൾ മുട്ടുന്നു, ഇപ്പുറത്ത് കുറെ ആൾക്കാർ വീണു മുഴക്കുന്നു. രണ്ടിനും കൂടി ഒരു ത്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് സാധാന്റെ പാട്ടു. അപ്പൊ പിന്നെ എല്ലാരും ഇങ്ങനെ അതിലിങ്ങനെ കടന്ന് ആസ്വദിക്കല്ലേ. ഈ ആസ്വാദന, ഈ ശബ്ദം കേട്ടിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അഹ്സന ഹാദാ സൗത്ത് ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സൻ. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പോയി. അപ്പൊ സാധാരണ തോന്നി എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തിറങ്ങി, പാട്ട് നിർത്തി പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ളവരോട് ചോദിച്ചു, ആരാ അവിടെ നോക്കി നിന്ന് വാഹനപ്പുറത്ത് കുറച്ചു നേരം. അവര് പറഞ്ഞു, നോക്കി നിന്ന ആള് ആരാന്നറിയില്ലേ? ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാദിമാണ്. വസ്വാഹിബുന അലൈഹി വസ്വാഹിബുസ് സിവാകി വൽ വിസാദാ. ഏതെങ്കിലും തോട്ടത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുമ്പോ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത് വരെ അത് ഇട്ടുകൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്വഹാബി, സാഹിബുൻ നഅലൈൻ എന്ന പേരിൽ ചിലപ്പോൾ സ്വഹാബിമാർ അവിടുത്തെ വിളിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറാക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നാലെ നടക്കാറുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് തങ്ങൾ ഇരിക്കാൻ നോക്കുമ്പോ ഇരിക്കാനും വേണ്ടി ഒരു തലയിണ വെച്ചു കൊടുക്കാറുണ്ട്. ആ തലയിണയും കയ്യിൽ പിടിച്ച് നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സാഹിബുസ് സിവാകി വൽ വിസാദ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ എന്ന് സാധാരണ ചോദിച്ചു. പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു ഉപദേശമാണ് പറഞ്ഞത്. മാ അഹ്സന ഹാദാ സൗത്ത്, എന്തൊരു നല്ല ശബ്ദമാണ് ആ മുഴങ്ങുന്നത്. ലൗ കാന ബിഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സനാ. മദ്യപാനികളെ പാട്ടുപാടിച്ചിട്ട് അവർക്ക് ആനന്ദം കൊടുക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് ഓതുകയാണെങ്കിൽ ഈ ശബ്ദത്തിനെന്തൊരു ഭംഗിയുണ്ടാകും, എന്തൊരു സൗന്ദര്യമുണ്ടാകും. ആ പാട്ട് പാടുന്നതിന് പകരം അവിടെ ഖുർആനോത്താണ് നടക്കുന്നതെങ്കിൽ, അതും ഈ സുന്ദരമായ ശബ്ദം കൊണ്ടാണ് ശബ്ദം കൊടുക്കുന്നതെങ്കിൽ കാന അഹ്സനാ,
ആ ശബ്ദം നല്ല മെച്ചപ്പെട്ട ശബ്ദമാകും. അള്ളാഹുവിന്റെ അടുക്കൽ നല്ല ഭംഗിയുള്ള ശബ്ദമാകും. ദുനിയാവിലും ആഖിറത്തിലും അതിന് നല്ല സൗന്ദര്യം കിട്ടും. കേട്ടിട്ടില്ലേ മുഅ്മിനീങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് കേൾക്കുന്ന ഓത്തല്ലേ ഹറമിലെ ഇമാമിന്റെ ഓത്ത്. എത്ര ആളുകളാണത് കേട്ടിട്ട് കരയുന്നത്, എത്ര ആളുകളാണത് കേട്ടിട്ട് സമയം ചെലവഴിക്കുന്നത്, എത്ര ആളുകളാണത് കേട്ടിട്ട് ഓത്ത് പഠിക്കുന്നത്, എത്ര ആളുകളാണ് ശൈലി പഠിക്കുന്നത്. ആ ഇമാമ് ആഖിറത്തിൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അതേ ഓത്ത് കേട്ടിട്ട് സൗന്ദര്യം കൊണ്ടെങ്കിൽ ആ ശബ്ദം വെറുതെയാകുമോ? ആ ശബ്ദ സൗന്ദര്യത്തിന് സ്ഥാനം കുറയുമോ? റമളാൻ 27 ഹറമിലേക്ക് ഒന്ന് പോയി നോക്കൂ. ലക്ഷോപിലക്ഷം ആളുകൾ സൊഫ് സൊഫായി നിന്ന് ആ ഇമാമുൽ ഹറമൈനിന്റെ ഓത്ത് കേട്ടിട്ട് സുബ്ഹാനല്ലാഹ് 2 മണിക്കൂറിലധികം നീളുന്ന തറാവീഹില് സമയം പോയതറിഞ്ഞില്ല. നേരം വൈകുന്ന പ്രശ്നമേ ഇല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന് സുന്ദരമായ ശബ്ദം കൊണ്ടങ്ങ് ഈണം നൽകിയപ്പോ എന്തൊരു മഹത്വമാണതിന്. അത് വർണ്ണിച്ച് തീർക്കാനൊക്കുമോ? ഏറ്റവും നല്ല ഭംഗിയല്ലേ, ഏറ്റവും നല്ല സൗന്ദര്യമല്ലേ ഖുർആൻ. നല്ല ശബ്ദത്തിൽ ഒരാൾ ഓതുമ്പോ, നല്ല ഈണത്തിൽ വീട്ടിൽ വെച്ചൊരു ആണോ പെണ്ണോ ഖുർആൻ ഓതുകയാണ്. പെണ്ണ് പെണ്ണിൻ്റെതായ രൂപത്തിലൊന്ന് പതുക്കെയും ആണ് കുറച്ച് ഉറക്കയും നല്ല ശബ്ദത്തിൽ ഓതുന്നു, നല്ല ഈണത്തിൽ ഓതുന്നു. ആ ഖുർആൻ കേൾക്കാൻ ഒരു മലക്കല്ല കേട്ടോ വരുന്നത്, 100 മലക്കല്ല കേട്ടോ വരുന്നത്. സമാഉദ്ദുന്യയിലെ മലക്കുകൾ മുഴുവനും സുന്ദരമായി ഖുർആൻ ഓതുന്നവന്റെ വീട്ടിന്റെ മട്ടുപ്പാവില് വരി വരിയായി എത്തിപ്പോയി. അതുകൊണ്ടല്ലേ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബഖറ കേൾക്കാൻ, മറ്റൊരു റിവായത്തിൽ അൽ കഹ്ഫ് കേൾക്കാൻ മേലോട്ട് നോക്കുമ്പോ കുറെ വിളക്ക് കത്തിച്ചു വെച്ചത് ഞാൻ കണ്ടു നബിയേ. ആകാശ ലോകത്തേക്ക് എന്റെ വീട്ടിന്റെ മേൽഭാഗത്ത് ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചത് കണ്ടു എന്ന് പറഞ്ഞപ്പോ തിൽക്കൽ മലായിക, ഉസൈദേത് മലക്കുകളാണ്. ധനത്തിൽ സൗത്തിക്ക, നിന്റെ ശബ്ദം കേട്ട് തായോട്ടി ഇറങ്ങി വന്നതാണ്. നേരം വെളുക്കും വരെ നിങ്ങൾ ഓതിയിരുന്നെങ്കിൽ മലക്കുകൾ ഒറ്റൊന്നും ഉയർന്നു പോകാതെ അവിടെ തന്നെ ജനങ്ങൾക്കത് കാണാമായിരുന്നു. നിങ്ങൾ ഓത്ത് നിർത്തിയപ്പോ അതുവരെ കേൾക്കാൻ വേണ്ടി ഒരു സൊഫ് സൊഫായി നിന്നിട്ട് പിന്നെ മേലോട്ടങ്ങ് ഉയർന്നു പോയി. സുബ്ഹാനല്ലാഹ്. നല്ല ശബ്ദത്തിലും രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതല്ലേ ഖുർആൻ. നല്ല രാഗത്തിലും ഈണത്തിലും അത് ഓതണം. സാധാരണ വായന വായിച്ചാൽ പോരാ, മലയാളം വായിക്കും പോലെ അറബി വാക്കുകൾ വായിക്കും പോലെ വായിച്ചാൽ പോരാ, ഖുർആനോത്തിന് ഈണം വേണം. അതുകൊണ്ടല്ലേ തങ്ങൾ മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ, രാഗത്തിൽ ഖുർആൻ ഓതാത്തവൻ, ഈണത്തിൽ ഖുർആൻ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ. നല്ല രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിന് അലങ്കാരം നൽകണം. നല്ല ഈണത്തിൽ ഓതണം, നല്ല ശബ്ദത്തിൽ ഓതണം. അത് വീടുകളിലൊക്കെ ഓതുമ്പോ ഒരു കുട്ടിയെന്നെ അങ്ങനെ നല്ല ഈണത്തിൽ ഓതിയാൽ ആ വീടിന് മൊത്തം റഹ്മത്തും ബറക്കത്തിന്റെയും കണക്ക് പറയാൻ കഴിയൂല.
ആ വീട്ടിലുള്ളവർക്ക് എത്രയാണ് ശിഫ അല്ലാഹു നൽകുന്നത് എന്ന് പറയാൻ കഴിയില്ല. ആ വീട്ടിലെ കച്ചവടക്കാര്, ആ വീട്ടിലെ തൊഴിലാളികൾ, ആ വീട്ടിലെ ഉമ്മമാർ, ആ വീട്ടിലെ ഉപകരണങ്ങൾ, ആ വീട്ടിലെ സമ്പത്ത്, എത്രയാണ് അല്ലാഹു അതിന് കാവൽ നൽകുന്നത്. എത്ര വലിയ പരിശുദ്ധിയാണ് അല്ലാഹു തആല അതിന് നൽകുന്നത്. അത് നമുക്ക് ലിമിറ്റാക്കാൻ കഴിയില്ല. ഇരിക്കട്ടെ, നല്ല ശബ്ദത്തിൽ പാട്ടുപാടുന്ന സാദാന് ഇതാണോ എന്നോട് ഉപദേശിച്ചത്? നല്ല സൗന്ദര്യമുള്ള ശബ്ദം, ഖുർആൻ കൊണ്ട് ശബ്ദ സൗന്ദര്യം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടാകുമായിരുന്നു എന്നാണോ പറഞ്ഞത്? ആ ഉപദേശം മനസ്സിലേക്ക് തറച്ചുപോയി. സാധാരണ പാട്ട് നിർത്തിയിട്ട് പാട്ടിന്റെ കൂടെ ശരിക്ക് ഈണം ഒപ്പിച്ചിരുന്ന ചില വടികളൊക്കെ സാധാരണ കയ്യിലുണ്ടായിരുന്നു. ആ വടികൾ കാൽമുട്ടിലേക്ക് വെച്ചിട്ട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു. മുട്ടാൻ ഉപയോഗിച്ചിരുന്ന വടികൾ മുഴുവനും എടുത്ത് കാൽമുട്ടിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് വളച്ച് പൊട്ടിച്ച്, എന്നിട്ടതാ ഇബ്നു മസ്ഊദ് തങ്ങളെ വാഹനം പോയതിന്റെ പിന്നാലെ സാദാൻ ഓടിപ്പോകുന്നു. പിന്നാലെ ജനങ്ങളും ഓടുന്നു. ജനങ്ങൾ എന്തിനാ ഓടുന്നത് എന്നറിയുമോ? മദ്യപാനികളെ പാട്ടുപാടി സുഖിപ്പിച്ച സാദാനിനെ മുത്തുനബി തങ്ങളെ ഖാദിമായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുമോ? അതൊന്ന് കാണണം എന്ന നിലക്കാണ് പിന്നാലെ ആളുകൾ ഓടിപ്പോകുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ച് ദൂരെ വാഹനത്തിലോടുമ്പോ സാദാന കൈകൊട്ടി വിളിച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നു. ഓടിച്ചെന്ന് അടുത്തേക്ക് ചെന്നപ്പോ വാഹനത്തിൽ നിന്ന് താഴെറങ്ങിയിട്ട് സാധാരണ ചെറുപ്പക്കാരനെ ആലിംഗനം ചെയ്ത് വരവേറ്റ് സ്വീകരിച്ചു പോയി. എനിക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരണം. നിങ്ങളിൽ നിന്നല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കാൻ പറഞ്ഞത്. എന്റെ കാലശേഷം 6 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഒരു മഹാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് തങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരണം, ഖുർആൻ ഓത്ത് പഠിപ്പിച്ചു തരണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെ കൊണ്ടുപോയി. ജനങ്ങൾ ആശങ്കയോടെ നോക്കുമ്പോ ജനങ്ങളിലേക്ക് തിരിഞ്ഞ് മഹാനവർകൾ പറഞ്ഞു, പാടുന്ന പാട്ടും ആടുന്ന നൃത്തവും നിർത്തിയിട്ട് ഖുർആന് പഠിക്കാനും കേൾക്കാനും വന്ന ഒരാളെ ഞാൻ സ്വീകരിക്കേണ്ടയോ? പാട്ട് പാടാനല്ലല്ലോ ഇപ്പൊ വന്നത്, പാടിയിട്ട് എന്നെ സുഖിപ്പിക്കാനല്ലല്ലോ വന്നത്. അപ്പാടുന്ന പാട്ട് നിർത്തിയിട്ട് ഖുർആൻ പഠിക്കാനല്ലേ വന്നത്, ഖുർആൻ കേൾക്കാനല്ലേ വന്നത്. അത്തരത്തിലൊരാളെ ഞാൻ സ്വീകരിക്കണ്ടേ? ഞാൻ ഒഴിവാക്കി വിടാൻ പറ്റൂലല്ലോ. ആ നിലയ്ക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നു. സാദാനോട് പിന്നീട് ജനങ്ങൾ ചോദിച്ചു, സാദാനെ ഇപ്പൊ പാട്ട് പാടാറുണ്ടോ? സാദാൻ പറയുന്നത്, ഖുർആനോത്ത് ഞാൻ അങ്ങ് സ്വീകരിച്ചു തുടങ്ങിയ ശേഷം ഖുർആനോത്ത് എന്റെ മനസ്സിലങ്ങ് ശരിയായ നിലക്ക് എന്റെ മനസ്സിൽ പിടിച്ച ശേഷം പിന്നെ ഞാൻ പാട്ടുപാടിയിട്ടില്ല. എനിക്ക് എല്ലാറ്റിനും ഖുർആൻ മതി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോയി ഖുർആനോ തങ്ങ് പഠിച്ച് ഖുർആനോ തങ്ങ് ശരിയായ നിനക്ക് ശീലമാക്കിയിട്ട് പിന്നെ എനിക്ക് പാട്ട് പാടേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്തിനും ഏതിനും എനിക്ക് ഖുർആൻ തന്നെ മതി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ, ആ അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ ചെറുപ്പക്കാരൻ ഖുർആനിന്റെ ശബ്ദത്തിന് സൗന്ദര്യം നൽകിയിട്ട് നല്ല ഈണത്തിലും ശബ്ദത്തിലും ഖുർആനോത്ത് തെരഞ്ഞെടുത്തതോടെ, അതിന്റെ പഠനവും അതിന്റെ ശബ്ദവും തെരഞ്ഞെടുത്തതോടെ സാധാരണ എല്ലാവിധ ബറക്കത്തും അതുകൊണ്ട് കിട്ടിപ്പോയി എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യം
കേട്ടുകൊണ്ട് കാതിനെ കേടാക്കരുത്, മനസ്സിനെ കേടാക്കരുത്. മനസ്സിൽ വരേണ്ട ചിത്രങ്ങൾ നല്ലതാകണം, മനസ്സിൽ വരേണ്ട ഓർമ്മകൾ നല്ലതാകണം, മനസ്സിൽ വരേണ്ട വിഷയങ്ങൾ നന്മയാകണം. അപ്പോഴേ മനസ്സിന്റെ ക്ലിയർ നിലനിർത്താൻ കഴിയുകയുള്ളൂ, മനസ്സിന്റെ പരിശുദ്ധി പരിപോഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ, മനസ്സിന് ആത്മീയമായ ഭാവങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പറ്റാത്തത് കേട്ടാല് മനസ്സിനതിന് സ്വാധീനമുണ്ടാകുമോ? ഉണ്ട്. അനാവശ്യമായത് കണ്ടാല് മനസ്സിനതിന്റെ ചിത്രം വരുമോ? ചിത്രം വരും. അനാവശ്യമായ വിഷയങ്ങളിൽ പങ്കെടുത്താൽ അതിന്റെ ഒരു കുറവ് മനസ്സിനുണ്ടാകുമോ? ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു വിഷയവും കേൾക്കാതെ, അത്തരത്തിൽ ഒന്നിനും സമയം കളയാതെ, അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും കാണാതെ കഴിവിന്റെ പരമാവധി അനാവശ്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കണം. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയം കളയരുത്. അനാവശ്യം കാണുന്നതിന് കേൾക്കുന്നതിന് വേണ്ടി ആകരുത് നമ്മുടെ സമയം മുഴുവനും തീർക്കുന്നത്. കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും. കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു പാട്ട് കേൾക്കട്ടെ, മദ്ഹിനെ മുന്തിച്ചോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ ധാരാളമില്ലയോ? ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ മദ്ഹുകൾ ധാരാളമില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഇരുന്ന് കേട്ട മദ്ഹല്ലേ ബദരീങ്ങളെ മദ്ഹ്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? റുബയ്യ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എന്റെ കല്യാണ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിൽ വന്നപ്പോ ചെറിയ കുട്ടികൾ ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുന്നുണ്ട്. ചെറിയ കുട്ടികൾ ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുന്നുണ്ട്. ബദർ ദിവസത്തിൽ ഷഹീദായി പോയ ഉപ്പാപ്പമാരെ പറ്റി മക്കളങ്ങനെ പാട്ട് പാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കട്ടിൽ ഇരുന്നിട്ട് കുട്ടികളെ പാട്ട് നന്നായി ശ്രവിക്കുന്നു. ദഫ് മുട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഫ് മുട്ടിയിട്ട് പാട്ട് പാടുമ്പോ, ബദരീങ്ങളെ മദ്ഹ് പാടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നത് കേട്ടു എന്നതും, കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞു ഒരു കുട്ടി പാട്ട് പാടിയപ്പോ നേരത്തെ പാടിയ ബദരീങ്ങളെ പാട്ട് തന്നെ പാടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു എന്നും ഹദീസിൽ കാണാം. ബദരീങ്ങളെ മദ്ഹ്, മരണത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്ന പാട്ടുകൾ, കൊട്ടും കൊരവയും കൂടെയില്ലാത്തത്. കൂടെണ്ടെങ്കിൽ പിന്നെ അവിടെ മരണമൊന്നും ആകൂല, മനസ്സിലേക്ക് കൂടുതൽ താളം വെച്ച് വരിക. എല്ലാറ്റിന്റെയും കൂടെ അത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ചെലവ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. പഴയ കാലത്ത് ഒരു മ്യൂസിക്കും ഒന്നും ഇല്ലാതെ നല്ല ആത്മീയതയെ ഉണർത്തുന്ന നല്ല നല്ല ഗാനങ്ങൾ ഉണ്ടായിരുന്നു, പാട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ചെലവ് കൂടി കിട്ടാൻ വേണ്ടി, കാശ് കൂടുതൽ പല ആൾക്കാർക്കും കിട്ടാൻ വേണ്ടി പലരും ഇഹ്റാം കെട്ടിയിട്ട് പലതും ഇങ്ങനെ ചെലവാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു വാള് കേൾക്കാൻ തന്നെ മനുഷ്യന്മാര് പരസ്യം കണ്ട് 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 മടുത്തു. എത്ര പരസ്യങ്ങളാണ് ഓരോരുത്തർ അതിൻ്റെ ഇവിടെ കൂടെ തിരികെ കൂറ്റി കെട്ടി വിട്ടുന്നത്. ആൾക്കാരത് കണ്ട് ചടച്ചു പോവാ. പിന്നെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഇടങ്ങേറാകാണ്. പിന്നെ ചില ആളുകളൊക്കെ ഇത് പറയുന്നത് കാണണ്ട, ശബ്ദം മാത്രം കേട്ടാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ കുറെ ആൾക്കാർ സ്വീകരിച്ചു പോയി. പിന്നെ ആ ഇടങ്ങേറില്ലല്ലോ എന്നുള്ളവർക്ക് അത് പറയുന്നത് മാത്രം കേൾക്കുക, ശബ്ദം മാത്രം കേൾക്കുന്ന, പിന്നെ അത് കാണണ്ടല്ലോ. എന്താ സഹോദരങ്ങൾ, എല്ലാ സംഗതികളിലും കാണാം ഇങ്ങനെ. നമ്മൾ നന്മക്ക് വേണ്ടി, വിശുദ്ധ ഖുർആൻ നമ്മളോട് മത്സരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി നമ്മുടെ സമയം മുന്നോട്ട് കൂടുതൽ ചെലവഴിക്കണം. ഉപദേശങ്ങളൊക്കെ നല്ലോണം കേൾക്കുന്നതോടൊപ്പം ആഖിറത്തിലേക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ചില കാര്യങ്ങളൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ജാഗരൂകരാകണം.
സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. റബ്ബ് തആല പറഞ്ഞു, സാബിഖൂ, നിങ്ങൾ മുന്നോട്ട് വരണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണം. അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ അത് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമോ എന്നറിയില്ല. എന്നാലും ബാധ്യത എന്ന നിലക്ക് പറയട്ടെ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായിത്തീർന്ന അബദ്ധങ്ങൾ, അപക്വമായ വാക്കുകളും ശൈലികളും മാപ്പ് ചെയ്തു കൊടുക്കുക. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ വലിയൊരു മാർഗമാണ് സഹോദരങ്ങളെ. അത് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കുടുംബക്കാരിൽ നിന്നും ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളും അവസ്ഥകളും വന്നേക്കാം. ജീവിതത്തിൽ എല്ലാവരും ഒരേ രൂപത്തിലല്ലല്ലോ, ഒരേ ഭാവത്തിലല്ലല്ലോ. പലരും പല രൂപത്തിലും പല സ്വഭാവത്തിലുമല്ലേ. അപക്വമായ ചില വർത്തമാനങ്ങള്, ചില സംസാരങ്ങള്, ചില ചെയ്തികള് നമുക്ക് ഇഷ്ടപ്പെടാത്തത് വന്നേക്കാം. അത് മാപ്പാക്കി കൊടുക്കുന്നിടത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ്. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല വഴിയും അത് തന്നെയല്ലേ? കൂക്കി വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് കല്ലെറിഞ്ഞ് ഒന്നും സ്വീകരിക്കാതെ ത്വായിഫിന്റെ തെരുവീതിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം കുടുംബക്കാര് തന്നെ വേട്ടയാടിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി, അല്ലാഹുമ്മ ഹ്ദി ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ ഖൗമിന് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. വിവരമില്ലാത്തവരാണല്ലോ, അവർക്ക് അറിവെത്തുമ്പോ വിവേകമെത്തുമ്പോ കാര്യം മനസ്സിലാക്കി അവര് നിന്റെ മാർഗത്തിലേക്ക് വന്നുകൊള്ളും. മാപ്പ് കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി എന്നല്ലേ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തത്. പ്രതികാരം ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലും പ്രതികാരത്തിന്റെ മാർഗം സ്വീകരിക്കാതെ വിട്ടുവീഴ്ചയുടെയും മാപ്പിന്റെയും മാർഗം സ്വീകരിച്ച് ലോകത്തെ ഏറ്റവും വലിയ വിട്ടുവീഴ്ച പഠിപ്പിച്ച നേതാവ് സയ്യിദുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണത്. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. അതിന് കുറച്ചൊക്കെ ഒരു ഈമാൻ വിളിച്ചുള്ള ആളുകള് നമ്മളെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക സംഗതിക്ക് ഒരുങ്ങുമ്പോ, ഉദാഹരണമായിട്ട് ഇപ്പൊ ഹജ്ജിനോ ഉംറക്കോ അല്ലെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ പൊരക്കൂടലിനോ അങ്ങനെയുള്ള ഏതെങ്കിലും സംഗതിക്കൊക്കെ ഒരുങ്ങുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് സുൽഹാക്കി മസലത്താക്കി ഒന്ന് പൊരുത്തപ്പെടിച്ച് ഒന്ന് റെഡിയാക്കി ഒന്നുകൂടി ഒന്ന് ജീവിതമൊക്കെ ഒന്ന് വട്ടത്തിലാക്കാം. കുറച്ചുകൂടി ഈമാൻ വിളിച്ചുള്ള ആളുകളിൽ നിന്ന് ഒരു പക്ഷെ അങ്ങനെ വരും. പക്ഷെ ഈമാൻ വെളിച്ചം വളരെ ദൂരത്തായ ആളുകൾ പിന്നെയും അതിൽ നിന്ന് പിറകോട്ട് നിൽക്കും. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച 1-2 ആളുകളോട് അവരാ വിഷയം വന്ന് പറഞ്ഞപ്പോ അവർക്ക് ദ്വാരന്ന് കൊടുത്തു. നമുക്കെല്ലാവർക്കും നമ്മളെ കൂട്ടത്തിൽ അടുത്ത വർഷം ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകിച്ചും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറകൾക്കും മർലിയായ സിയാറത്തിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.